ചരിക്കുന്നവർ സുരക്ഷിതരാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സംഖ്യയുടെ പുസ്തകം 15-ാം അധ്യായം 39-ാമത്തെ തിരുവചനം വായിക്കാം. സംഖ്യയുടെ പുസ്തകം 15:39. ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിൻചെല്ലാതെ കർത്താവിന്റെ കൽപ്പനകളെല്ലാം ഓർത്തുപാലിക്കുന്നതിന് ഈ തൊങ്ങലുകൾ അടയാളമായിരിക്കും. ഹല്ലേലൂയ. അതായത് പുരോഹിതന്മാരോടും ഒക്കെ പറഞ്ഞിരിക്കുകയാണ്, ദേവാലയ ശുശ്രൂഷകരോട്, നിങ്ങൾ തൊങ്ങലുകൾ നിങ്ങളുടെ ഈ കുപ്പായത്തോട് ചേർത്ത് തൊങ്ങലുകൾ, അതിലെന്താണ് എഴുതിയിടേണ്ടത്? വചനങ്ങൾ എഴുതിയ, കർത്താവിന്റെ നിയമങ്ങൾ എഴുതി തൂക്കിയിടുക. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സ്വരം കേൾക്കും അല്ലെ? തൊങ്ങലുകൾ, ഡ്രസ്സിൽ തൊങ്ങലുകൾ ഉണ്ടെങ്കിൽ എന്ത് കേൾക്കും? അതിലെന്താണ് എഴുതിയിടേണ്ടത്? വചനമാണ് എഴുതിയിടേണ്ടത്. ഐ ലവ് യു എന്നല്ല. അപ്പൊ ചില ആളുകളുടെ കഴുത്തില് താലിമാലയില്ല, അതിന് പകരം എഴുതിയിട്ടിരിക്കുകയാണ്. എന്താണ്? ഓരോ കോപ്രായങ്ങള്. അപ്പൊ കഴുത്തിൽ മാല ഇട്ടിട്ടുണ്ട്, താലിയില്ല, അതിന് പകരം മോതിരം തൂക്കിയിട്ടിരിക്കുകയാണ്. അച്ഛൻ ചോദിച്ചു, താലി എന്ത്? ഇല്ല, താലിക്ക് പകരം മോതിരം ഇട്ടിരിക്കുകയാണ്. അതെന്താണ്? അതെന്റെ ഇഷ്ടം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കഴുത്തിൽ മോതിരം തൂക്കിയിട്ടുണ്ടിരിക്കുന്നവരെ? ഇല്ല, സൂക്ഷിച്ച് നോക്കിയാ മതി. പ്രിയപ്പെട്ടവരെ, ഓരോരു വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിൻചെല്ലാതെ കർത്താവിന്റെ കൽപ്പനകൾ ഓർത്തു പാലിക്കുക. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിൻചെല്ലാതെ കർത്താവിന്റെ കൽപ്പനകളെ ഓർത്തു പാലിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ നമ്മുടെ ആവിലയിലെ ടോക്കൊക്കെ നിരന്തരമായി യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ വേണ്ടി യൂട്യൂബ് ഓൺ ചെയ്യും. അപ്പൊ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ തൊട്ട് താഴെ വേറെ എന്തെങ്കിലും കിടക്കുന്നുണ്ടാവും. അപ്പൊ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി അത് കുത്തുമില്ല, ഇങ്ങനെ പൊക്കി നോക്കും. അപ്പൊ അത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഇത് കേട്ടാ മതിയല്ലോ, കാണാനൊന്നുമില്ലല്ലോ, അച്ഛനെ തന്നെ ഇപ്പൊ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ അച്ഛൻ ഇത് വചനം കേൾക്കുക, താഴത്തുള്ളത് കാണുക. അപ്പോൾ പലർക്കും തോന്നുന്നുണ്ട് ഇത് നമ്മുടെ സംഭവമാണെന്ന്. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഇങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു 15-20 മിനിറ്റ്, ഇപ്പൊ അച്ഛനെ തന്നെ ഈ കുറെ നേരമായി കേട്ടുകൊണ്ടിരിക്കുന്നു, ഒരു ഗ്യാപ്പ്, ഒരു ചായ കുടിക്കാനുള്ള ഗ്യാപ്പ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി കുത്തും. അവിടെ അങ്ങനെ കുത്തി കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാൻ തോന്നുന്നില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു ചേച്ചി അച്ഛനോട് പറഞ്ഞു. ഹല്ലേലൂയ. ആത്മാർത്ഥതയുള്ളത് കൊണ്ടും സ്നേഹമുള്ളത് കൊണ്ടും പറഞ്ഞാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാൻ നമുക്കെന്തുണ്ട്? ഒരു പ്രവണതയുണ്ട്. അത് ഒരു പ്രവണതയുണ്ട്, ഇല്ല എന്നൊന്നും പറയണ്ട. എന്തുണ്ട്? ഒരു പ്രവണത ഉണ്ട്. ഇതിനെയാണ് സ്വാഭാവിക പ്രവണത എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പില് കുരിശിന്റെ വഴിയുടെ ഒരു വീഡിയോ ഉണ്ട്, ഒരു കോമഡിയുടെ ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ ആദ്യം തന്നെ ഏതുമ്പോ പോയായിരിക്കും കൈ കുത്താൻ പോകുന്നത്? കുരിശിന്റെ വഴിയായിരിക്കും അല്ലേ? കൈയടിച്ച് കർത്താവിന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരിയലിന്റെ ഏറ്റവും നല്ലൊരു ഭാഗം നിങ്ങളുടെ മുമ്പിലുണ്ട്, ഇപ്പുറത്ത് കുരിശിന്റെ വഴി. ഏത് കൊണ്ടുപോയി കൈ കുത്തും? അതാണ് സ്വാഭാവിക ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിൻചെല്ലാതെ, അതിന്റെ പിറകെ പോകാതെ കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുക. ഹല്ലേലൂയ,
ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ, ഈശോയേ.